നമുക്ക് ആദ്യ പോയിന്റിലേക്ക് പോയാലോ. പുതുവർഷത്തിൽ US-ൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേര് എസ്ര. ഒരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ ഒരു പേരിൽ, ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, എനിക്കറിയില്ല. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, ഒരു ശക്തമായ ഒരു ശീത കൊടുങ്കാറ്റ് അമേരിക്കയിൽ വീശിയടിച്ചു 2026 തുടക്കത്തിൽ. 2026 ജനുവരി മാസത്തിൽ അമേരിക്കയിൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേരാണ് എസ്ര. ഇസ്ര, ആ പേര് തന്നെ ഉണ്ട് അല്ലെ, ഇസ്ര എന്ന് കേൾക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ്, തണുത്ത് വിറയ്ക്കുന്ന ഒരു കൊടുങ്കാറ്റ് ഇസ്ര വരുന്നു. ബോംബ് സൈക്ലോൺ, നോക്കൂ, ബോംബ് സൈക്ലോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അതിശക്തമായ ഒരു ശീത കൊടുങ്കാറ്റാണ് എസ്ര. അമേരിക്കയിൽ വീശിയടിച്ചു. സെറ്റല്ലേ? അമേരിക്ക ഇസ്ര 2026 ആദ്യം നമ്മൾ പഠിക്കുന്ന സൈക്ലോൺ ആണ്, കൊടുങ്കാറ്റാണ്, ശീത കൊടുങ്കാറ്റാണ്. ഓർത്ത് വെച്ചേക്കുക. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസ് ലഭിച്ചതാർക്കാണ്? ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ. നോട്ട് ചെയ്ത് വെക്കുക. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസ് ലഭിച്ചത് അഞ്ജന മേനോനാണ്. മാഡത്തിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അഞ്ജന. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് ലഭിച്ചത് അഞ്ജനയുടെ ഏത് കൃതിക്കാണ്? അഞ്ജനയുടെ റോസമ്മാസ് ബോയ്. ആലോചിച്ച് നോക്കിയേ, റോസമ്മാസ് ബോയ്. അഞ്ജന എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഇതാ ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ അവാർഡ് കിട്ടുന്നു. അഞ്ജനയുടെ റോസാപ്പൂ ആണോ? അല്ല, റോസമ്മാസ് ബോയ്. റോസമ്മാസ് ബോയ്. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇതൊരു ചുരുക്കി നമുക്ക് CBAM എന്ന് വിളിക്കാം. അതായത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു പദ്ധതി ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതെന്ന് ചോദിച്ചാൽ 2026 ജനുവരി മാസത്തിന് തുടക്കത്തിൽ ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന പദ്ധതി അല്ലെങ്കിൽ പ്രോഗ്രാം കൊണ്ടുവന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ യൂണിയനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. കാരണം ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ പ്രതിനിധികള് അല്ലെ, അവർ ഒപ്പുവെച്ച കരാറുകളെല്ലാം വിശദമായിട്ട് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ കമന്റ് ലൈക്ക് കൂടുമ്പോൾ ഞാൻ അടിപൊളി ക്ലാസ്സുകൾ ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യും കേട്ടോ. യൂറോപ്യൻ യൂണിയനിലേക്ക് നോക്കൂ, ഇറക്കുമതി ചെയ്യുന്ന കാർബൺ ബഹിർഗമന തോത് കൂടിയ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഒരു പ്രത്യേക ഇറക്കുമതി നികുതിയാണിത്. മനസ്സിലാക്കി വെക്കുക. എന്താണ് ഗ്രീൻ താരിഫ്? യൂറോപ്യൻ യൂണിയനിലെ അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് കാർബൺ ബഹിർഗമന തോത് കൂടിയ ഉൽപ്പന്നങ്ങൾക്ക് മേലെ എന്ത് ചെയ്യും? ഒരു പ്രത്യേക ഇറക്കുമതി നികുതി ഏർപ്പെടുത്തും. അതിനെയാണ് ഗ്രീൻ താരിഫ് എന്ന് വിളിക്കുക. അതിനെന്ത് വിളിക്കും? ഗ്രീൻ താരിഫ്. 2026 ജനുവരി 1 മുതലാണിത് പ്രാബല്യത്തിൽ വരുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി പത്രക്കട്ടിങ്ങൾ PDF കൊടുക്കും. PDF നോട്ട് എല്ലാം ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ വഴി ലഭിക്കും. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്കർ PSC ആ കമന്റ് നോക്കി അതുപോലെ ടെലഗ്രാം കയറി സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് വായിച്ചു നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തില്ല, ക്ലാസ്സിനകത്ത് വിശദമായിട്ട് പറയുന്നില്ല. എന്താണ് കാർബൺ ടാക്സ്? അത് ഈ പറയുന്ന രൂപത്തിൽ അലൂമിനിയം, സ്റ്റീല്, വളം, ഹൈഡ്രജൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ അധിക നികുതി ഏർപ്പെടുത്തുകയാണ്. ഇത് വലിയ രൂപത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ കേട്ടോ. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത്, കഴിഞ്ഞ വർഷം 15 ആയിരുന്നു, എല്ലാ വർഷവും പഠിക്കണം, പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാറില്ല. കാരണം ഇത് തൃശ്ശൂരിലാണ് നടക്കാറ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണല്ലോ അല്ലെ. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലെ അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്നുണ്ട്. എത്രാമത്താണ് 2026 നടന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവം നടന്നത് തൃശ്ശൂരിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഗോസ്റ്റ് ഐ ഒരു പുസ്തകമാണ്. ഗോസ്റ്റ് ഐ, പേടിക്കണ്ട. അമിതാഭ് ബച്ചനെയൊക്കെ നമുക്കറിയാം അല്ലെ. എന്നാൽ അമിതാഭ് ഘോഷിനെ നിങ്ങൾക്കറിയാം, മുമ്പ് ഞാനവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു പക്ഷേ അല്ലെ. അമിതാഭ് ഘോഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഏത് മക്കളെ? ഗോസ്റ്റ് ഐ. ഗോസ്റ്റ് ഐ കൃത്യമായിട്ട് പഠിക്കണം. അമിതാഭ് ഘോഷിന്റെ പുസ്തകമാണിത്, ഗോസ്റ്റ് ഐ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ആര്? ലാലേട്ടൻ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ ആരാണ്? മോഹൻലാലാണ്. കൃത്യമായിട്ട് പഠിക്കുക. ലാലേട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ. അപ്പൊ ഗോസ്റ്റ് ഐ ആരുടെ പുസ്തകമാണ്? അമിതാഭ് ഘോഷിന്റെ പുസ്തകമാണ്. അമിതാഭ് ഘോഷിന്റെ പുസ്തകമാണ് എന്ത്? ഗോസ്റ്റ് ഐ.
ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം, നോക്കണേ കൃത്യമായിട്ട് പഠിക്കുക, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ അഥവാ NTPC, ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായി ധാരണയിലെത്തിയ സ്ഥാപനമാണ് ഏതാണ് മക്കളെ? NTPC. നോക്കൂ, NTPCയെ കുറിച്ച് പറയുമ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കണം കേട്ടോ. ഇതൊന്നും നമുക്ക് മത്സര പരീക്ഷയ്ക്ക് ഒരു 10th ലെവൽ +2 ലെവൽ വരെയുള്ള പരീക്ഷകൾക്ക് അധികം സാധ്യതയില്ല എങ്കിലും ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ഞാൻ ഈ കൊടുക്കുന്ന എക്സ്ട്രാ പത്ര കട്ടിങ്ങൾ വായിക്കണം. നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് PDF വായിച്ചു നോക്കാം കേട്ടോ. ഇന്ത്യയുടെ 4ാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിക്കണം. അതിന്റെ ഫോട്ടോസൊക്കെ ഏകദേശം രൂപമാണ് വന്നിട്ടില്ല. അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഏത്? INS അരിസുധൻ. പേര് ശ്രദ്ധിക്കണം. ഇവിടെ പത്രത്തിൽ കൊടുത്ത ന്യൂസ് നിങ്ങൾ വായിച്ചു നോക്കി ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന INS അരിഹന്ത് ആണ്. INS അരിഹന്ത് കേട്ടോ. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10 വർഷം മുമ്പാണ്. പക്ഷെ അത് നിങ്ങൾ ഇപ്പോ എന്ത് ചെയ്യണം? നോട്ട് ചെയ്തൊക്കെ ഫസ്റ്റ് ആണ്. അപ്പൊ ഇത് 4ാമത്തതാണ്. ഏത് വരുന്നത്? അരിസുധൻ. അരിഹന്ത് 1, അരിസുധൻ 4. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ആ പേര് നോട്ട് ചെയ്ത് വെക്കുക. വരാൻ പോകുന്ന 4ാമത്തെ ഇന്ത്യയുടെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് അരിസുധൻ. അരിഹന്ത് ആദ്യത്തത്. ഇതിൽ കൊടുത്തിരിക്കുന്ന പത്രത്തിലെ ന്യൂസുകൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് ഒരുപാട് അറിവ് അവിടെ നിന്ന് കിട്ടും. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ 3ാമത് ആഴിമല ഗംഗാധരേശ്വര പുരസ്കാരത്തിന് അർഹനായത്. പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമൊന്നും അല്ല, പക്ഷെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് 3ാമത് ആഴിമല ഗംഗാധരേശ്വര പുരസ്കാരം കിട്ടിയത് റസൂൽ പൂക്കുട്ടിക്കാണ് കേട്ടോ. റസൂൽ പൂക്കുട്ടി ഒരു ക്ഷേത്രത്തിലെ ഒരു പുരസ്കാരം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മറന്നു പോവില്ല അല്ലെ. ആഴിമല ശിവക്ഷേത്രത്തിലൊക്കെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, അവിടെ പോയവരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ അതൊരു അവാർഡ് കൊടുത്ത ആർക്കാണ്? റസൂൽ പൂക്കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടും. രാജ്യത്തിലെ ആദ്യത്തെ ചേരി രഹിത നഗരമാകുന്നത്, രാജ്യത്തിലെ ആദ്യത്തെ ചേരി രഹിത നഗരമാകുന്നത് സൂററ്റാണ് അല്ലെ. സൂററ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ വജ്രത്തിന്റെ ഒരു തിളക്കൊക്കെ വരും ഉണ്ടോ? ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് സൂററ്റ്. അപ്പൊ മക്കളെ, രാജ്യത്തിലെ ആദ്യത്തെ ചേരി രഹിത നഗരമാകാൻ പോകുന്ന ഏതാണ്? സൂററ്റാണെന്ന് ആലോചിക്കുക. നിങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്, ചേരികളൊന്നുമില്ല, എല്ലാ ജനങ്ങളെയും അല്ലെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നൊക്കെ ചിന്തിക്കി വെക്കുക. സൂററ്റ്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യത്തെ വ്യക്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് 2026 തുടക്കത്തിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി മാസം 3-ാം തീയതി, ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 2026 ജനുവരി 3-ാം തീയതി ഒരു ന്യൂസ് വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രയോ മുമ്പുണ്ടായിരുന്ന ഒരു കേസ്, ആ കേസിന്റെ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചു. അദ്ദേഹം ഒരു MLA ആയിരുന്നു. അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ MLA ആയിട്ട്, ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു. ആ ന്യൂസ് കണ്ടിട്ടാവും. പേരെന്തായിരുന്നു? ആന്റണി രാജു. പേര് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. സാറിന്റെ ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട്. ആന്റണി രാജു കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തി. ഒരു സ്റ്റാറ്റിക് GK ആണ്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തി ആരാണ്? ആന്റണി രാജു ആണ്. 2021 മുതൽ ഞാൻ പറഞ്ഞല്ലോ, 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആദ്യ ടേം എന്ന വ്യവസ്ഥയിൽ ഗണേഷ് കുമാറിന് മുമ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ആന്റണി രാജു. ഇദ്ദേഹം ഇടതുമുന്നണിയുടെ ഭാഗമാണ്, ജനാധിപത്യ കേരള കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. ജനപ്രതിനിധിയെ 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനാക്കപ്പെടുമെന്ന്, അതായത് ആ ഒരു ജനപ്രതിനിധി അയോഗ്യനാകും എന്ന് പ്രഖ്യാപിച്ചത് സുപ്രീം കോടതിയാണ്. ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഇദ്ദേഹത്തിന്റെ കേസ് വിധി വന്നത് 2026 ജനുവരി 3 അപ്പൊ അന്ന് മുതൽ അദ്ദേഹം അയോഗ്യനായി. നോക്കൂ, 1990 ഒരു കേസാണ്. എത്ര വർഷത്തിന് ഇപ്പുറമാണ് ആലോചിച്ച ഘടകങ്ങള്. 1990 ഇദ്ദേഹം അന്നൊരു വക്കീലായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് ന്യൂസ് ഒന്ന് വായിച്ചു നോക്കുക. ആന്റണി രാജുവിന് ഇങ്ങനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. അങ്ങനെ അത് പിന്നീട് മരവിപ്പിക്കുന്നു. ജനുവരി 3 നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് മുൻ മന്ത്രിക്ക് 3 വർഷം
തടവും 10,000 രൂപ പിഴയും വിധിച്ചത്. അപ്പൊ എത്രയായിരുന്നു ഇദ്ദേഹത്തിന് തടവ് ചോദിക്കും? 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിക്കുന്നു ആന്റണി രാജു. നെടുമങ്ങാട്, തിരുവനന്തപുരത്തെ നെടുമങ്ങാട് കോടതിയാണ്. 2026 ജനുവരി 3-ാം തീയതിയാണ്. ഏത് വർഷത്തെ കേസാണ്? 1990 ഇദ്ദേഹം മയക്കുമരുന്ന് കേസിലല്ല കേട്ടോ, ഇദ്ദേഹം അടിവസ്ത്ര വിവാദം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കേൾക്കുമ്പോൾ പലർക്കും കൗതുകം ഉണ്ടാവും, ഇതെന്താണ് ന്യൂസ് എന്നൊക്കെ അറിയാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വായിച്ചു നോക്കണം. ഞാനത് വായിക്കുന്നില്ല, കാരണം നമ്മുടെ സമയം നഷ്ടപ്പെടും, യൂട്യൂബ് ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ്. 1990 നടന്നൊരു സംഭവം, അതും നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ന്യൂസ് വായിക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. പിന്നീട് ഒരുപാട് അന്വേഷണവും അതിന്റെ പിറകിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അവസാനം ഇങ്ങനൊരു വിധി വരുന്നു. മന്ത്രിയൊക്കെ ആയ ശേഷം ഇപ്പൊ MLA ആയിരിക്കുമ്പോഴാണ് ഈ വിധി വരുന്നത്. അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നു. ആന്റണി രാജു. മറന്നുപോലാലോ. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക, രാജസ്ഥാൻ. 2026 ജനുവരി മാസത്തിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം എന്ന് ചോദിക്കാം, രാജസ്ഥാൻ. സർക്കാർ ആശുപത്രികളിലെ ലേബർ റൂമുകളിൽ നടപ്പിലാക്കുന്ന ഡ്രസ് കോഡ് നോക്കൂ, പിങ്ക് നിറം. ഒരു രസമല്ലേ? ഇപ്പൊ പിങ്ക് പോലീസൊക്കെ ഉണ്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പിങ്ക് കളർ പറയാം. അപ്പൊ സർക്കാർ ആശുപത്രികളിലെ ലേബർ റൂമുകളിൽ നടപ്പിലാക്കുന്ന ഡ്രസ് കോഡ് ഏതാണ്? പിങ്ക് ആണ്. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയെ നിയമിതയാരാണ്? നന്ദിനി ചക്രവർത്തി. നോക്കണേ, അവിടെ മമതാ ബാനർജിയാണ്. അപ്പൊ മമതാ ബാനർജിക്ക് ഇതാ ഒരു ചീഫ് സെക്രട്ടറി വനിത വരുന്നു. എന്താ പ്രത്യേകത? നമ്മൾ ഇത് മറ്റൊരു സംസ്ഥാനത്തിന് ചീഫ് സെക്രട്ടറി ഒക്കെ പഠിക്കണമെന്ന് ചിന്തിക്കും, ആദ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. നന്ദിനി ചക്രവർത്തി. നന്ദിനി ചക്രവർത്തി വെസ്റ്റ് ബംഗാളിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ഏത് ചോദിച്ചാൽ അത് കൊൽക്കത്ത നിന്ന് ഗുവാഹത്തിയിലേക്കാണ്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാംക്യ എന്ന് പറയുന്ന ആസാമിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ കൊൽക്കത്തയിലെ ഹൗറയിലേക്ക്, കേട്ടോ. എവിടെയാണ്? കാംക്യയിൽ നിന്നും, കമാക്യ അല്ലെങ്കിൽ കാംക്യ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തോളൂ. ആ കമാക്യയിൽ നിന്നും അല്ലെങ്കിൽ കാംക്യയിൽ നിന്നും ഹൗറയിലേക്ക് എന്ന് വെച്ചാൽ കുറച്ചുകൂടി വൃത്തിക്ക് പറയുകയാണെങ്കിൽ ഗുവാഹത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക്. നമ്മുടെ ഈ ഒരു ട്രെയിന് ശരിക്കും ബംഗാളിനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ്. ആ റൂട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ലീപ്പർ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനാണ് ആദ്യമായിട്ട് വരുന്നത്. ഇത് ആക്ച്വലി 2026 ഡേറ്റ് ഞാൻ കൊടുക്കാൻ വിട്ടുപോയാൽ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ജനുവരി 17-ാം തീയതിയാണ്. 2026 ജനുവരി 17-ാം തീയതിയാണ് നമ്മുടെ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. സർക്കാർ ജീവനക്കാർക്ക് അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പാക്കിയ സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാടാണ്. സർക്കാർ ജീവനക്കാർക്ക് അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ 112 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ പഠിക്കാനുണ്ടാവും അല്ലെ? ബജറ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 112 അല്ലേ? അപ്പൊ 112ാമത്തെ മേയർ വരികയാണ് ന്യൂയോർക്കിൽ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ് ന്യൂയോർക്ക് അല്ലെ? അപ്പൊ ധൂമജാലെ എന്ന സിനിമയിൽ ഒരു പാട്ടൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സഹ്റാൻ മംധാനി അല്ലെ, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു ന്യൂയോർക്കിന്റെ ഈ പറഞ്ഞ മേയർ തെരഞ്ഞെടുപ്പ്. കാരണം പ്രസിഡന്റിന്റെ നോമിനി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ആളെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ആര് വരികയാണ്? സഹ്റാൻ മംദാനി. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അതൊരു വലിയ ഇഷ്യൂ ആയി അവിടെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം പാലസ്തീൻ അനുകൂലിയായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ട്രംപ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ലോകം മൊത്തം ശ്രദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഏത് തെരഞ്ഞെടുപ്പ്? നമ്മുടെ അമേരിക്കയിലെ ന്യൂയോർക്ക്. അതുപോലെ തന്നെ ഒരു മാറ്റമാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ്. ഓർത്ത് വെച്ചേക്ക്, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്ന ആരാണ്? നമ്മുടെ BJP ആണ്. അവിടെയും ശ്രദ്ധിക്കണം, അവിടെ വന്ന മേയറിന്റെ പേര് രാജേഷ് ആണ് അല്ലെ? അപ്പൊ അത് നമുക്ക് പറയാം, VV രാജേഷ് ആണ്. ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയും. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഈ പറയുന്ന മേയറായി ചുമതലയേറ്റത് സഹ്റാൻ മംദാനി. ഇദ്ദേഹത്തിന്റെ പാർട്ടി ചോദിക്കും, ഡെമോക്രാറ്റിക് പാർട്ടിയാണ്, റിപ്പബ്ലിക്കൻ അല്ല, ഡെമോക്രാറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡെമോക്രാറ്റ് അവിടെ വിജയിക്കാറുണ്ട് ന്യൂയോർക്കിൽ. പക്ഷേ എന്നാലും ഇപ്രാവശ്യം വലിയൊരു മത്സരമായിരുന്നു. ലോകം മൊത്തം ശ്രദ്ധിച്ചു, ഡെമോക്രാറ്റ് ആണ്. അപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനല്ല എന്ന് ആലോചിക്കുക. അവിടെയാണ് ട്രംപിന്റെ ആളായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായിരുന്ന മുൻ ന്യൂയോർക്കിന്റെ ഗവർണറായിരുന്ന ആൻഡ്രൂ കുമോ ഇതിന്റെ എതിരാളി കേട്ടോ. ആൻഡ്രൂ കുമോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആൻഡ്രൂ കുമോ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ വാർത്തകൾ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇദ്ദേഹത്തിന്റെ അമ്മ മീര നായരാണ്. ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവരുടെ 2-3 സിനിമകൾ വളരെ ശ്രദ്ധേയമായ ഇന്ത്യയിലെ സിനിമയാണ്. ഒന്ന് സലാം ബോംബെ,
മൺസൂൺ വെഡിങ്, സലാം ബോംബെ, മൺസൂൺ വെഡിങ് എന്നീ പറയുന്ന സിനിമകളുടെ സംവിധായികയാണ് ആര്? മീര നായർ. അപ്പൊ ആ മീര നായരുടെ ഓസ്കാർ എന്താ പറയാ നോമിനി കൂടിയാട്ടോ മീര നായർ. അവരുടെയും അതുപോലെ തന്നെ ഉഗാണ്ടയിലുള്ള മെഹമൂദ് മംദാനി, അപ്പോൾ അദ്ദേഹത്തിന്റെയും പുത്രനാണ് ആര്? നമ്മുടെ സൊഹറാൻ മംദാനി. അപ്പൊ മെഹമൂദിന്റെയും മീരയുടെയും മകൻ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ്, മനസ്സിലായി, ഇന്ത്യക്കാരിയായിട്ടുള്ള മീര നായർ. ആ മീര നായരുടെ മകനാണ്. കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക, അദ്ദേഹത്തെ കുറിച്ചുള്ള പറയുന്ന കാര്യങ്ങൾ ചുമ്മാ നമ്മുടെ അറിവിലേക്ക് വേണ്ടി. അദ്ദേഹം ഒരു റാപ്പർ ആയിരുന്നു അല്ലെ, ആളുകളൊക്കെ വളരെ പിടിച്ച് ആകർഷിക്കുന്ന രൂപത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് ജനങ്ങളെ കൂടെ നിൽക്കുന്ന രൂപത്തിൽ ഇടപെട്ടു. അങ്ങനെ ഒരു ചരിത്ര വിജയം ഇദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അല്ലെ. ഇദ്ദേഹത്തിന്റെ അമ്മ ഇതാ മീര നായരുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്, വാപ്പ അല്ലെങ്കിൽ അച്ഛന്റെ ഫോട്ടോ ഉണ്ട്, വൈഫിന്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ PDF വായിച്ച് മനസ്സിരുത്തി പഠിക്കാം. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവുമായി സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയം നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായിട്ടും സഹകരണ മേഖല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കേരളം ഓർമ്മ വരും. ഉത്തരം കേരളം. നോക്കൂ, ബോ റാംദേവ് ഇടനാഴി പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ബോ റാംദേവ് ഇടനാഴി എന്ന് കേൾക്കുമ്പോൾ ഛത്തീസ്ഗഡ്. ബോ റാംദേവ് ഇടനാഴി എന്ന് കേൾക്കുമ്പോൾ ഛത്തീസ്ഗഡ്. തീർത്ഥാടന വിനോദസഞ്ചാര പദ്ധതിയാണ് ബോ റാംദേവ് ഇടനാഴി. 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച് പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യം UAE ആണ്. UAE 21 വയസ്സായിരുന്നു പ്രായപൂർത്തിയെങ്കിൽ അത് എത്രയാക്കി? 18 വയസ്സായി കുറയ്ക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ UAE 18 വയസ്സായി കുറയ്ക്കാൻ തീരുമാനിച്ചു. ഓർത്ത് വെച്ചേക്കാൻ രസകരമായ ചോദ്യമല്ലേ. ഞാൻ നിങ്ങളോട് 2 ചോദ്യം ചോദിക്കട്ടെ. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ട്രംപ് എന്ന് കമന്റ് ചെയ്യുക. എത്രാമത്തെ പ്രസിഡന്റ് ആണ് ട്രംപ്? രണ്ടാമത്തത്, മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ആന്റണി രാജു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? 2 അറിയെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.